ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയമായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത്. 2 ശമൂവേലിന്റെ പുസ്തകം 6 അധ്യായം 11 വാക്യം. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഒബേദെദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഒബേദെദോമിനെയും അവൻ്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പെട്ടകം നിമിത്തമുള്ള കുടുംബത്തിലെ അനുഗ്രഹത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് ഇടപെടുന്നു. ദൈവത്തിൻ്റെ പൈതലെ, ഏത് നിമിത്തമാകും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം? ദൈവത്തോടുള്ള പ്രാർത്ഥന, കർത്താവിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തെ ആരാധിക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്ന അതൊക്കെ ദൈവം അനുഗ്രഹത്തിന് വഴിത്തിരിവാക്കി തീർക്കും. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ദൂത് വെളിപ്പെടുക. എത്ര അധ്വാനിച്ചിട്ടും മെച്ചപ്പെട്ടു വരാത്ത, പുരോഗമനം പ്രാപിക്കാത്ത, ഉദാഹരണം വെളിപ്പെടാത്ത ഒരു ജീവിതസ്ഥിതിയാണോ? ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഹൃദയതലങ്ങളിൽ ആഴമായി ഏറ്റെടുക്കട്ടെ. യഹോവയുടെ പെട്ടകം നിമിത്തവാ ആ ഭക്തൻ, ആ മനുഷ്യൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവ സാന്നിധ്യമുള്ള ഭവനം, പ്രാർത്ഥിക്കുന്ന ഭവനം, അത് മതി ദൈവത്തിന് ഒരു കുടുംബത്തെ മാനിക്കുക, ഒരു വ്യക്തിയെ ദൈവത്തിന് ഉയർത്തുക. ആ ദേശത്ത് ആ കുടുംബം എങ്ങനെയായിരിക്കും? എപ്രകാരമായിരിക്കും? വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞതുപോലെ വന്ന് കാണുക. വല്ല നന്മയും വരുമോ എന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാത്തൊരു കുടുംബമായിരിക്കുക, ഒരു വീടായിരിക്കുക അത്. എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകം നിമിത്തം 3 മാസം കൊണ്ട് ദൈവം അനുഗ്രഹിച്ചു. പരിശുദ്ധാത്മാവ് ആഴമായി വെളിപ്പെടുത്തുന്ന ദൂത്. ദൈവത്തിൻ്റെ പൈതലെ, വർഷങ്ങൾ വേണ്ട കർത്താവിന് അനുഗ്രഹിക്കുക. ദൈവ സാന്നിധ്യമുള്ള കുടുംബത്തിൽ, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമുള്ള കുടുംബത്തിൽ, ദൈവത്തെ ആരാധിക്കുന്ന കുടുംബത്തിൽ വർഷങ്ങൾ വേണ്ട കർത്താവിന് അനുഗ്രഹിക്കുക. ആ വചനം എത്രയോ വാസ്തവമായി തെളിയിക്കുന്ന കാര്യമാണ്. ദൂത് ഏറ്റെടുത്തു. കുടുംബത്തിൽ സാന്നിധ്യം നിറയട്ടെ, ആരാധന നിറയട്ടെ. അവിടെ കർത്താവിൻ്റെ അനുഗ്രഹം വെളിപ്പെട്ട് വരാൻ പോവാ. 3 വർഷം കൊണ്ടും 30 വർഷം കൊണ്ടും അധ്വാനിച്ചിട്ട് ലഭിക്കാത്തത് കർത്താവിൻ്റെ സാന്നിധ്യം നിമിത്തം, ദൈവത്തെ സ്തുതിക്കുന്ന നിമിത്തം, ദൈവത്തെ ആരാധിക്കുന്ന നിമിത്തം ഇതാ വെളിപ്പെട്ട് വരാൻ പോവാ. ആ നിലയിൽ ചില കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ച കുടുംബമാ. മറ്റുള്ളവർ വിരൽ ചൂണ്ടിയ കുടുംബമായി നിന്ദിച്ച ഭവനമായിരിക്കുക. അതല്ലേ വചനത്തിൻ്റെ പ്രത്യേകത. ആര് താഴ്ത്തുവാൻ ശ്രമിച്ചു, ആര് നിന്ദിക്കാൻ ശ്രമിച്ചു, അതിൻ്റെ മധ്യയെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരം ജീവിതത്തിൻ്റെ തലങ്ങളിൽ സ്വർഗം വെളിപ്പെടുത്താതിരിക്കത്തില്ല. ഈ ഭക്തന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചത് കൊട്ടാരത്തിൽ കഴിയുന്ന രാജാവായ ദാവീദിന് അറിവ് കിട്ടി. രാജാവായ ദാവീദ് പോലും അറിഞ്ഞിരിക്കുകയാ കുടുംബത്തിലുള്ള അനുഗ്രഹത്തെക്കുറിച്ച്. ദൈവത്തിൻ്റെ പൈതലെ, രാജാവ് വന്ന് കണ്ടില്ലേ? രാജാവിനെ ദൈവം വരുത്തിയില്ലേ? പെട്ടകമിരുന്ന കുടുംബത്തെ രാജാവ് കടന്നു വന്നില്ലേ? ആ അനുഗ്രഹം ഒന്ന് കാണാൻ. അതുപോലെ വന്ന് കാണുക എന്ന വചനപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ പ്ലാനുകളും വലിയൊരു അനുഗ്രഹം ഇതാ കടന്നു വരുന്നു. സാന്നിധ്യവും ആരാധനയും ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയം ദൈവത്തിൻ്റെ പൈതലേ, അത് മുറുകെ പിടിച്ചോ. അത് നിമിത്തമുള്ള ഒരു അനുഗ്രഹമുണ്ട്. ആ നിലയിൽ ദൈവം മാനിക്കാൻ പോകുന്നു. രാജാവ് ഭവനത്തിൽ വന്ന് അനുഗ്രഹം കണ്ടതുപോലെ ചിലർ വന്ന് കാണുന്ന നിലയിൽ ഒരു ദൈവപ്രവൃത്തി കുടുംബത്തിലുണ്ട്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ശക്തിവിധ വെളിപ്പെട്ട് വരാൻ പോകുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയപിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും ധാരാളമായി വർദ്ധിച്ചു വരുന്നൊരു സമയമായി തീരട്ടെ. ദൈവകൃപ
ദൈവകൃപ ചൊരിയുന്ന ദിവസമായി തീരട്ടെ. വാഗ്ദത്തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന ദിവസമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.